of a triangle are 8 centimeter and 10 centimeter. 8 centimeter, 10 centimeter, and the angle between them is 60 degree. Calculate its area. What is the area of the triangle with sides of the same length, but the angle between them is 140 degree? ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളുടെ നീളം 8 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ ആണ്. അവക്കിടയിലെ കോൺ 40 ഡിഗ്രിയാണ്. ത്രികോണത്തിന്റെ പരപ്പളവ് കാണുക. ഈ 40 ഡിഗ്രിക്ക് പകരം 140 ഡിഗ്രി ആയാൽ ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയാണ്? നോക്കൂ, ട്രയാങ്കിൾ എ ബി സി 8 സെന്റിമീറ്റർ, ഇത് 10 സെന്റിമീറ്റർ ആണ്. ഇതിനിടയ്ക്കുള്ള കോൺ എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. ഓക്കെ, ആംഗിൾ ബിറ്റ്വീൻ ദി സൈഡ്സ് ഈസ് 40 ഡിഗ്രി. നമുക്ക് ഇതിൻ്റെ ഏരിയ വേണം. ഏരിയ അറിയാമല്ലോ, നമുക്ക് ഏരിയ കാണുന്നതിന് ഈ ഹൈറ്റാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഈ ഹൈറ്റ് കാണണം. ഈ ഹൈറ്റ് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന എ ഡി എന്ന് പേര് കൊടുക്കുകയാണ്. എ ഡി. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണെന്ന് അറിയുക, എതിർവശമാണ്. അപ്പോൾ 40ൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണിത്. ഇത് ഓപ്പോസിറ്റ് സൈഡാണ്. ഓക്കെ, ഇതാണ് 90. 90ന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ഇതതിൻ്റെ ഹൈപ്പോട്ടിന്യൂസാണ്, കർണം ആണ്. കർണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് അവിടെ എഴുതണം, കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടിന്യൂസ്. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിനെയും ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഹൈപ്പോട്ടിന്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ എടുക്കുക. നമുക്കറിയാം, അത് ഓപ്പോസിറ്റ് സൈഡിനെയും ഹൈപ്പോട്ടിന്യൂസിനെയും കണക്ട് ചെയ്യുന്ന റിലേഷൻ എന്ന് പറയുന്നത് ഈ 40 ഡിഗ്രിയുടെ സൈൻ റേഷ്യോ എടുത്താൽ മതി എന്നാണ്. ഓക്കെ, സൈൻ ഓഫ് 40 ഡിഗ്രി. സൈൻ ഓഫ് 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എ ഡി ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് എ ബി ആണ്. ഓക്കെ, ഇനിയാണ് സൈൻ 40 ഡിഗ്രി. സൈൻ 40 ഡിഗ്രി നമ്മുടെ ടേബിൾ വാല്യൂ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് നമുക്കിവിടെ ടേബിൾ വാല്യൂ കിട്ടും. ഈ ടേബിൾ വാല്യൂ ഇതിൽ 40 ഡിഗ്രി എടുക്കുക. ഇവിടെ ഉണ്ടോ 1 ഡിഗ്രി മുതൽ 0 ഡിഗ്രി മുതൽ ഇത് ഇൻക്രീസ് ചെയ്തിട്ട് 25 ഡിഗ്രി, അതേപോലെ 29, 30, 31. നമുക്ക് വേണ്ടത് 40 ഡിഗ്രിയുടെ സൈൻ റേഷ്യോ ആണ്. ആദ്യത്തെ കോളം സൈൻ റേഷ്യോയും രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് കോസ് റേഷ്യോയും ഉണ്ടോ. ആദ്യത്തെ കോളം സൈൻ റേഷ്യോ ആണ്, രണ്ടാമത്തെ കോളം കോസ് റേഷ്യോ ആണ്, മൂന്നാമത്തെ കോളം ടാൻ റേഷ്യോ ആണ്. അപ്പോൾ 40 ഡിഗ്രിയുടെ സൈൻ റേഷ്യോ നമുക്ക് എടുക്കാം. 40 ഡിഗ്രിയുടെ ഒന്നാമത്തെ കോൾ എടുത്താൽ 0.6428 എന്നാണ്. ആ വാല്യൂ അവിടെ കൊടുക്കുന്നു, 0.6428. സൈൻ 40യുടെ വാല്യൂ 0.6428 ഈക്വൽ ടു എ ഡി ഡിവൈഡഡ് ബൈ എ ബിയുടെ വാല്യൂ നമുക്കറിയാം 8 ആണെന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് ബൈ 1 ആണ് ഇവിടെ, എ ഡി ഇൻറ്റു 1. സോ എ ഡി ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 0.6428. 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എത്രയാണ്? 6428നെ 6428 ഇൻറ്റു 8. 8 ഇൻറ്റു 8 64 ആണ്. റിമൈൻഡർ 6 വരും. 8 ഇൻറ്റു 2 16, 16ഉം 6ഉം 22ന് 2, പിന്നെ റിമൈൻഡർ 2 ഉണ്ട്. 8 ഇൻറ്റു 4 32, 2 34, 4 3, 6 48, 3 51. 4 പ്ലേസ് മാറ്റുമ്പോൾ ഇത്രയും കിട്ടും. നമുക്ക് വേണമെങ്കിൽ 2 പ്ലേസിന് ശരിയാക്കി എഴുതാം. ദശാംശത്തിന് ശേഷം 4 പ്ലേസിൻ്റെ ആവശ്യമില്ല, 2 പ്ലേസിന് ശരിയാക്കി എഴുതിയാൽ ഇത് 5.14 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും എ ഡിയുടെ ലെങ്ത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഏരിയ കാണാം. പരപ്പളവ് ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ്, ഇവിടെ ബി സി ആണ്. ഹൈറ്റ് നമ്മളിപ്പോൾ കണ്ടെത്തി 5.14 ആണ്. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു ബി സി എന്ന് പറയുന്നത് 10 ആണ്. 5.14. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ ഇത് ഹരിക്കുമ്പോൾ 5 എന്ന് കിട്ടും. അപ്പോൾ 5.14നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5.14 ഇൻറ്റു 5, 5 ഇൻറ്റു 4 20, റിമൈൻഡർ 2 ആണ്. 5ഉം 2ഉം 7, 25 എന്ന് കിട്ടും. 25.7 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇവിടെ ആംഗിൾ ബിറ്റ്വീൻ ദം എന്ന് പറയുന്നത് 140 ഡിഗ്രി ആയാൽ
അപ്പോൾ ഇതതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. നമുക്കതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരാം. ഈ രണ്ട് വശങ്ങൾക്കിടയ്ക്കുള്ള കോണ് 40 പകരം 140 ആകുന്നു. ഓക്കെ, the sides are 10 centimeter. ഇത് 10 centimeter, ഇത് 8 centimeter. ഇവിടെയാണ് 140 ഡിഗ്രി വരുന്നത്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഇത് ABC എന്ന് കൊടുക്കുകയാണ്. ABC. ഓക്കെ, ഇത് 10 centimeter, ഇത് 8 centimeter. ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 140 ഡിഗ്രി. ഓക്കെ, നമുക്ക് ഈ ഒരു കേസിൽ ഇവിടെ ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണണം. അതിന് നമുക്ക് ഇവിടെ വേണ്ടത് ബേസ് ഇവിടെ ഉണ്ട്, ഹൈറ്റ് ആണ് വേണ്ടത്. ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് നേരെ ഉള്ള ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇതാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ ഹൈറ്റാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഈ ഹൈറ്റ് കാണുന്നതിന് ഇതിങ്ങനെ ഇവിടെ ഒരു ചെറിയ ട്രയാങ്കിൾ ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുക, ഡോട്ടർ ലൈൻ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഇത് 140 ആയാൽ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 40 ഡിഗ്രിയാണ്. ഇതാണ് നമുക്കറിയേണ്ടത്. ഈ ഹൈറ്റിനെ AD എന്ന് വിളിക്കുകയാണ്. അപ്പോൾ AD അറിയുന്നതിന് ഇവിടെ 140 ആയാൽ അതിനോട് ചേർന്ന് കിടക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ്, 40ൻ്റെ എതിർവശം. ഓക്കെ, ഇത് 90 ഡിഗ്രി ആകുമ്പോൾ ഇവിടെ കർണം എന്ന് പറയുന്നത് AB ആണ്. അപ്പോൾ നമുക്ക് AD ആണ് കാണേണ്ടത്. അപ്പോൾ 40ൻ്റെ എതിർവശവും കർണവുമായിട്ട് ബന്ധിപ്പിക്കുക. സൈൻ 40 എടുത്താൽ സൈൻ 40 ഡിഗ്രി എന്ന് പറയുന്നത് AD ഡിവൈഡഡ് ബൈ AB ആണ്. ഓക്കെ, സൈൻ 40ൻ്റെ വാല്യൂ നമുക്ക് 0.6428 എന്നാണ്. 0.6428 ഈസ് ഈക്വൽ ടു AD ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടും. അപ്പോൾ ADയുടെ നീളം 8 ഇൻറ്റു 0.6428 നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5.14 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ പരപ്പളവ് സമം ഹാഫ് ഇൻറ്റു ബേസ് BC ഇൻറ്റു ഹൈറ്റ് AD ആണ്. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു BC 10 ആണ്, 5.14 ആണ് നമ്മളിവിടെ ചെയ്തതാണ്. അപ്പോൾ 25.7 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, പരപ്പളവിന് മാറ്റമില്ല എന്ന് കിട്ടും. The sides of a parallelogram are 8 cm and 12 cm and angle between them is 50 degree. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പരപ്പളവ് കാണാനായിട്ടാണ്. ഓക്കെ, നമുക്കിതിന് പേര് കൊടുക്കാം, ABCD എന്ന് പേര് കൊടുക്കാം. ABCD ആണ് സാമാന്തരികം. ഇതിൻ്റെ നീളം അടുത്തടുത്ത വശങ്ങൾ ഒരെണ്ണം 12 സെൻറ്റിമീറ്ററും ഇത് 8 സെൻറ്റിമീറ്ററുമാണ്. ഇതിനിടയ്ക്കുള്ള ആംഗിൾ, ഈ കോൺ A എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. ഇത് 50 ഡിഗ്രിയാണ്. ഓക്കെ, നമുക്കിതിൻ്റെ പരപ്പളവ് കാണുന്നതിന് നമുക്ക് ഈ നീളം കാണണം. ഏതാണ്? ഡിയിൽ നിന്ന് ഒരു ലംബം താഴേക്ക് വരച്ചാൽ ആ ലംബത്തിൻ്റെ നീളം കാണണം. അപ്പോൾ ലംബത്തിന് DE എന്ന് പേര് കൊടുക്കാം. അപ്പോൾ DEയുടെ നീളം കാണണം. 50ൻ്റെ എതിർവശമാണിത്, ഓപ്പോസിറ്റ് സൈഡാണിത്. 50ൻ്റെ എതിർവശം ഇതാണ്. കർണം AD ആണ്, 90ൻ്റെ നേരെ എതിരെ കിടക്കുന്നത്. 50ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്, 90ൻ്റെ നേരെ എതിരെ കിടക്കുന്നത് ഈ വശമാണ്, AD ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സൈൻ 50 എന്ന് പറയുന്ന എതിർവശത്തെയും കർണത്തെയും ബന്ധിപ്പിക്കുന്ന റിലേഷൻ എടുക്കാം. സൈൻ 50 എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, സൈൻ 50 ഡിഗ്രി എടുത്താൽ സൈൻ 50 ഡിഗ്രി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് എതിർവശം DE, എതിർവശം ബൈ കർണം ആണ്. കർണം എന്ന് പറയുന്നത് AD ആണ്. ഇനി നമുക്ക് 50 ഡിഗ്രിയുടെ സൈൻ റേഷ്യോ, ഇവിടെ ടേബിളിനകത്ത് 50 ഡിഗ്രിയുടെ സൈൻ റേഷ്യോ നമുക്ക് എഴുതാം. 50 ഡിഗ്രിയുടെ സൈൻ റേഷ്യോ എന്ന് പറയുന്നത് 50 ഡിഗ്രി എടുക്കുക, അതിൻ്റെ ആദ്യത്തെ കോളാണ് സൈൻ റേഷ്യോ, 0.7660 ആണ്. അതിൻ്റെ വാല്യൂ അവിടെ കൊടുക്കുക, 0.7660 സമം. ഇത് ടേബിൾ എടുക്കേണ്ട കാര്യമില്ല, നമ്മുടെ ക്വസ്റ്റ്യനിൽ എക്സാമിനേഷന് ഈ ചോദ്യത്തിൽ ഈ ടേബിൾ വാല്യൂ ഉണ്ടാവും. ഓക്കെ, DE ഡിവൈഡഡ് ബൈ
DE ഡിവൈഡഡ് ബൈ AD എന്ന് പറയുന്നത് 8ആണ്. അപ്പോൾ DEയുടെ നീളം കാണാൻ ഈ 8നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 8 ഇൻറ്റു 0.766. ഓക്കെ, അപ്പോൾ 766നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 8 ഇൻറ്റു 6 8 48, റിമൈൻഡർ 4, 48 4 52, 5 61. ഓക്കെ, അപ്പോൾ ഇത് 3 സ്ഥാനം മാറ്റുക. 6.128 ആണ്. 6.128 സെൻറ്റിമീറ്റർ ആണ് ഉന്നതി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പരപ്പളവ് കാണാം. പരപ്പളവ് സമം AB ബേസ് ഇൻറ്റു ഹൈറ്റ് DE. ഓക്കെ, അപ്പോൾ AB എന്ന് പറയുന്നത് 12 ആണ്. 12 ഇൻറ്റു 6.128. ഓക്കെ, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 6.128 ഇൻറ്റു 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 ഇൻറ്റു 2 16, ശിഷ്ടം 1, 4 1 5, ഇത് 2 12. ഓക്കെ, ഇവിടെ 8, ഇവിടെ 2, ഇവിടെ 1, ഇവിടെ 6, കൂട്ടുമ്പോൾ 6, 8 5 13, 5 3 7. എത്ര സ്ഥാനം മാറ്റണം? 3 സ്ഥാനം മാറ്റുമ്പോൾ 73.536. 73.536. നമുക്ക് 2 സ്ഥാനത്തിന് ശരിയാക്കി എഴുതാം. 73.5. രണ്ടാമത്തെ സ്ഥാനത്തിന് ശരിയാക്കുകയാണെങ്കിൽ മൂന്നാമത്തെ സ്ഥാനം നോക്കാം. 5 5 കൂടുതലാണെങ്കിൽ ഇവിടെ നമുക്ക് 1 കൂട്ടി എഴുതാം. അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഇതിൻ്റെ പരപ്പളവ്. ഓക്കെ, ദ സൈഡ്സ് ഓഫ് എ റോംബസ് ആർ 5 സെൻറ്റിമീറ്റർ. റോംബസിൻ്റെ വശങ്ങൾ 5 സെൻറ്റിമീറ്റർ ആണ്. സമഭുജ സാമാന്തരിക എല്ലാ വശവും 5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് ആംഗിൾ ഈസ് 100 ഡിഗ്രി. ഇവിടെ ഒരു കോൺ 100 ഡിഗ്രിയാണ്. ഓക്കെ, ഇത് 100 ഡിഗ്രിയാണ്. ഇത് 100 ഡിഗ്രി ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് എത്രയാണ്? 80 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ പരപ്പളവ് കാണണം. പരപ്പളവ് കാണുന്നതിന് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഇവിടുന്ന് ഡിയിൽ നിന്ന് ഒരു ഹൈറ്റ് താഴത്തേക്ക് വരയ്ക്കുക. ആ ഹൈറ്റ് DE എന്ന് നമുക്ക് പേര് കൊടുക്കാം. DE എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈറ്റാണ്. ഓക്കെ, അപ്പോൾ 80ൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്, എതിർവശമാണിത്. ഇപ്പം നമുക്ക് ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഇവിടെ എതിർവശവും ഇത് കർണം തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ സൈൻ 80 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ സൈൻ 80 ഡിഗ്രി എന്ന് പറയുന്നത് എതിർവശം DE ബൈ കർണം AD എന്നാണ്. ഇനി സൈൻ 80ൻ്റെ വാല്യൂ നമ്മുടെ ടേബിളിനകത്തുനിന്ന് നമുക്ക് കിട്ടും. 80 ഡിഗ്രിയുടെ സൈൻ റേഷ്യോ 0.9848 എന്നാണ്. 0.9848 is equal to DE divided by AD എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ക്രോസ് ആയിട്ട് കൊണ്ട് ഗുണിച്ചാൽ DEയുടെ നീളം DE ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 0.9848 എന്ന് കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്താലോ? 9848 ഇൻറ്റു 5, 5 40, ഇഷ്ടം 4, 24 4, ഇഷ്ടം 2, 5 8 ഇൻറ്റു 5 42, 42, റിമൈൻഡർ 4, 49. ഓക്കെ, എത്ര പ്ലേസ് മാറ്റണം? 4 പ്ലേസ് മാറ്റിയാൽ 1 2 3 4 4.924 4.924 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയ കാണാം. ഏരിയ ഈസ് ഈക്വൽ ടു ബേസ് AB ഇൻറ്റു ഹൈറ്റ് DE. ഓക്കെ, ദാറ്റ് ഈസ് AB എന്ന് പറയുന്നത് 5 ആണ്. 5 ഇൻറ്റു 4.924 മൾട്ടിപ്ലൈ ചെയ്താൽ 4924നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റിമൈൻഡർ 2, 10 + 2 12, റിമൈൻഡർ 1, 6 4 24 24.62 എന്ന് കിട്ടും. ഓക്കെ, that is equal to
24.62 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. 24.62 സെൻറ്റിമീറ്റർ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ 0.98 എന്ന് രണ്ട് പ്ലേസിന് വേണമെങ്കിൽ ശരിയാക്കി എഴുതാം. sin 80യുടെ വാല്യൂ 0.98 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ 2 ദശാംശ സ്ഥാനത്തിന് നമുക്ക് ഇങ്ങനെ എഴുതി പോകാൻ പറ്റും. Angles of 50 degree, 65 degree are drawn at the ends of a 5 cm long line to make a triangle. അപ്പോൾ നമുക്ക് ഇവിടെ 5 സെൻറ്റിമീറ്റർ ഒരു വശം, അതിൻ്റെ രണ്ടറ്റത്തായിട്ട് ഒരെണ്ണം 50 ഡിഗ്രിയിലും ഇവിടെ 65 ഡിഗ്രിയിലും കോണുകൾ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ കോണുകൾ ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പരപ്പളവ് കാണുക എന്നാണ്. അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് കണ്ടെത്താം. ആംഗിൾ എ കണ്ടെത്താം. കോൺ എ കാണുന്നതിന് 180 നിന്നും ഈ രണ്ട് കോണുകൾ തുക കുറയ്ക്കുക. 65, അതായത് 180 മൈനസ് 115, അപ്പോൾ ഇവിടെ 65 ഡിഗ്രി എന്ന് വരും. ഇവിടെയും 65ആണ്. അപ്പോൾ ഈ 65ൻ്റെ ഓപ്പോസിറ്റ് 5 ആണ്. രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ, രണ്ട് കോണുകൾ തുല്യമായാൽ രണ്ട് സൈഡുകൾ, ഈ കോണുകൾക്ക് എതിരെ കിടക്കുന്ന സൈഡുകൾ തുല്യം. 65ൻ്റെ നേരെ എതിരെ 5 ആണെങ്കിൽ ഈ 65ൻ്റെ നേരെ എതിരെയും 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി ഈ സിയിൽ നിന്ന് നമ്മൾ സാധാരണ ചെയ്യുന്നത്, സിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ലംബം വരയ്ക്കാം. എയിൽ നിന്ന് ലംബം വരച്ചു കഴിഞ്ഞാൽ, എയിൽ നിന്ന് നമുക്കൊരു ലംബം വരയ്ക്കാം. എയിൽ നിന്ന് ലംബം വരച്ചു കഴിഞ്ഞാൽ അത് എ ഡി ആണ്. എ ഡി ഈസ് ദി പെർപെൻഡിക്കുലർ. എ ഡി ലംബം വരച്ചു കഴിഞ്ഞാൽ 50ൻ്റെ എതിർവശമാകും ഈ എ ഡി എന്ന് പറയുന്നത്. 50ൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്, ഇതാണ് ഓപ്പോസിറ്റ് സൈഡാവും. നമുക്കതിൻ്റെ കർണം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് എതിർവശത്തെയും കർണത്തെയും ബന്ധിപ്പിക്കുന്ന അംശബന്ധം എടുക്കാം. സൈൻ 50 ഡിഗ്രി എന്ന് പറയുന്നത് എ ഡി ഡിവൈഡഡ് ബൈ കർണം എ ബി ആണ്. ഇനി സൈൻ 50 നമുക്ക് ടേബിൾ വാല്യൂ, സൈൻ 50 ഡിഗ്രി ടേബിൾ വാല്യൂ ഇവിടെ നിന്ന് എടുക്കാം. 0.7660 എന്നാണ്. ഓക്കെ, അപ്പോൾ 0.7660 ഇസ് ഈക്വൽ ടു എ ഡി ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്രോസ് ആയിട്ട് ഈ 5നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ഡിയുടെ നീളം 5 ഇൻറ്റു 0.766 എന്ന് കിട്ടും. അപ്പോൾ 766നെ 5 കൊണ്ട് ഗുണിച്ചാൽ 30, റിമൈൻഡർ 3, 33, റിമൈൻഡർ 3, 38. ഓക്കെ, 3.83 എന്ന് കിട്ടും. 3.83 3.83 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പരപ്പളവ് കാണാനായിട്ട്, therefore ഏരിയ പരപ്പളവ് സമം ഹാഫ് ഇൻറ്റു ബേസ് ബി സി ഇൻറ്റു ഹൈറ്റ് എ ഡി വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്ന 5 ആണ് അല്ലേ. 5 ഇൻറ്റു അടുത്തത് 3.83 എന്ന് കിട്ടും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു, ഇത് തമ്മിൽ വേണമെങ്കിൽ 5ഉം 2ഉമായിട്ട് ഹരിക്കാം. ഈ 2ഉം 5ഉമായിട്ട് ഹരിക്കുമ്പോൾ 2.5 എന്ന് കിട്ടും അല്ലേ. 5ൻ്റെ പകുതി 2.5 അല്ലേ. അപ്പോൾ 2.5 ഇൻറ്റു 3.8, നമുക്ക് ഈ ഒരു 3.83നെ നമുക്ക് 3.8 എന്ന് എഴുതുവാം. ഓക്കെ, അപ്പോൾ 25 ഇൻറ്റു 38 40, റിമൈൻഡർ 4, 2 16, 4 20. ഓക്കെ, 15, 15, 1 3 2 6 1 7, 0 5 2 9 വരും. എത്ര സ്ഥാനം മാറ്റണം? 2 സ്ഥാനം മാറ്റുമ്പോൾ 9.5 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും. ഓക്കെ, a triangle is to be drawn with one side 8 cm and an angle on it 40 degree. What should be the minimum length of the side opposite to this angle? ഒരു വശം 8 സെൻറ്റിമീറ്ററും ഒരു കോൺ 40 ഡിഗ്രിയുമായി ഒരു ത്രികോണം വരയ്ക്കണം.
അപ്പോൾ ഒരു വശം 8 സെൻറ്റിമീറ്ററും ഒരു വശം 8 സെൻറ്റിമീറ്ററാണ്. 8 സെൻറ്റിമീറ്റർ എ ബി എന്ന് പറയുന്നൊരു സൈഡ് എടുക്കുവാണ്. എ ബി 8 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, ഇനി ഒരു വശം 8 സെൻറ്റിമീറ്റർ, അതിൽ ഒരു കോൺ 40 ഡിഗ്രി. ഇവിടെ ഒരു കോൺ, ഇവിടെ പ്രൊട്രാക്ടർ ഉപയോഗിച്ചൊരു 40 ഡിഗ്രി കോൺ ഇവിടെ ഉണ്ടാക്കുവാണ്. ഇതിൻ്റെ നീളം എത്രയാണെന്നൊന്നും അറിയില്ല. 40 ഡിഗ്രി കോൺ ഇങ്ങനെ നീട്ടി ഉണ്ടാക്കുവാണ്. ഇത് 40 ഡിഗ്രിയാണ്. 40 ഡിഗ്രി കോണിനെതിരെയുള്ള വശത്തിൻ്റെ നീളം ചുരുങ്ങിയത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 40 ഡിഗ്രി കോണിനെതിരെയുള്ള വശം എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുമ്പോഴാണ്. നമുക്ക് വേണമെങ്കിൽ ബി ഇങ്ങനെ യോജിപ്പിക്കാം. ബിയിൽ നിന്ന് ഈ വരയിലേക്ക് ഇങ്ങനെ യോജിപ്പിക്കാം. ഓക്കെ, അതൊരു സൈഡാണ്. അല്ലെങ്കിൽ ബിയിൽ നിന്ന് ലംബമായിട്ട് ഈ ഇപ്പോൾ വരച്ചിരിക്കുന്ന വരയിലേക്ക് ജോയിൻ ചെയ്യാം, ലംബമായിട്ട്. അല്ലെങ്കിൽ ബിയിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിലേറ്റവും നീളം കുറവ് എത്രയാണെന്നാണ്. വീണ്ടും ഇങ്ങോട്ട് കൊടുക്കാം നമുക്ക്. ഇങ്ങനെയൊക്കെ നമുക്ക് ത്രികോണങ്ങൾ ഉണ്ടാക്കാം. എന്താ, ഇതെല്ലാം ബിയിൽ നിന്ന് യോജിപ്പിക്കുമ്പോൾ, ഇപ്പോൾ വരച്ച വരയിലേക്ക് യോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ത്രികോണം. ഇതിൽ ഏറ്റവും കുറവ് നീളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും അത് ലംബ ദൂരമായിരിക്കും എന്ന് നമുക്കറിയാം. ഇതാണ് ലംബ ദൂരമായിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന കോൺ 90 ഡിഗ്രി ആയാൽ മാത്രമാണ് ഇപ്പോൾ എ ബി നമുക്ക് സി എന്ന് പേര് കൊടുക്കാം. ബാക്കി എല്ലാത്തിലും ഇവിടെ ഈ ഡോട്ടൽ ലൈൻ, ബാക്കി എത്ര ഡോട്ടൽ ലൈൻ നമ്മൾ ഇതുപോലെ വരച്ചു കഴിഞ്ഞാലും അവിടെയൊക്കെ നീളം ബി സിയേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ നീളം ബി സി ആണ്. അവിടെ ഉണ്ടാകുന്ന കോൺ 90 ഡിഗ്രിയാണ്. അപ്പോൾ 90 ഡിഗ്രി ആകുമ്പോൾ അതിൻ്റെ നേരെ എതിരെ കിടക്കുന്ന 8 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന അതിൻ്റെ ഹൈപ്പോട്ടിനസ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇത് 90യുടെ ഓപ്പോസിറ്റ് ആകുമ്പോൾ ഇത് കർണമാണ്, ഹൈപ്പോട്ടിനസ് ആണ്. 40ൻ്റെ നേരെ ഓപ്പോസിറ്റ് ബി സി ആണ്. അത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്, എതിർവശമാണ്, ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ നമുക്ക് 40ൻ്റെ എതിർവശം കാണണം, കർണം തന്നിട്ടുണ്ട്. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ എടുക്കുകയാണെങ്കിൽ സൈൻ 40 ഡിഗ്രി, സൈൻ 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു ബി സി എതിർവശം ബൈ കർണം എ ബി. ഓക്കെ, ദാറ്റ് ഈസ് സൈൻ 40ൻ്റെ വാല്യൂ നമുക്ക് ഇവിടുന്ന് ടേബിളിൽ നിന്ന് കിട്ടും. സൈൻ 40 എന്ന് പറയുന്നത് 0.6428 എന്നാണ്. 0.6428 is equal to BC divided by AB എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ ബി സിയുടെ നീളം 8 ഇൻറ്റു 0.6428. നമുക്ക് രണ്ട് സ്ഥാനത്തിന് ശരിയാക്കാം. 8 ഇൻറ്റു 0.64 എന്ന് എഴുതാം. 64 ഇൻറ്റു 8 അല്ലേ. 8 ഇൻറ്റു 4 32, റിമൈൻഡർ 3, 48 പ്ലസ് 3 51. രണ്ട് പ്ലേസ് മാറ്റുക. 5.12 സെൻറ്റിമീറ്റർ. സോ 40 ഡിഗ്രി കോണിന് എതിരെയുള്ള വശത്തിൻ്റെ നീളം ഏറ്റവും ചുരുങ്ങിയത് എത്രയാകണം? 5.12 സെൻറ്റിമീറ്റർ ആണ്. Therefore the minimum length of the side opposite to this angle, minimum length of the side, therefore minimum length of the side is equal to 5.12 സെൻറ്റിമീറ്റർ. 40 ഡിഗ്രി കോണിനെതിരെയുള്ള വശത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ നീളം സമം 5.12 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ.